നമസ്കാരം. ശിവാനന്ദ ലഹരിയിലെ 62ാമത്തെ ശ്ലോകം. ആനന്ദാശ്രുഭിരാധനോതി പുളകം നൈർമല്യതച്ഛാദനം വാചാ ശംഖമുഖേ സ്ഥിതൈശ്ച ജഠര പൂർത്തിം ചരിത്രാമൃതൈഃ രുദ്രാക്ഷൈർവസിതേന ദേവ വപുഷോ രക്ഷാം ഭവത് ഭാവന പര്യങ്കേ വിനിവേശ്യ ഭക്തിജനനി ഭക്താർഭകം രക്ഷതി. ദേവ, അല്ലയോ ദേവ, ഭക്തിജനനി, ഭക്തിയാകുന്ന മാതാവ്, ഭക്താർഭകം, ഭക്തനാകുന്ന മകനെ, ഭവത് ഭാവനാ പര്യങ്കേ, ഭഗവാന്റെ ധ്യാനമാകുന്ന കട്ടിലിൽ വിനിവേശ്യ, കിടത്തിയിട്ട്, ആനന്ദാശ്രുഭിഹി പുളകം, ആനന്ദാശ്രു നിറഞ്ഞുകൊണ്ട് രോമാഞ്ചമുണ്ടാക്കുകയും, നൈർമല്യതഃ ഛാദനം, മനസ്സിന്റെ ആഗ്രഹമില്ലായ്മയാകുന്ന നിർമ്മലമായ പുതപ്പ് പുതപ്പിക്കുകയും, വാചാ ശംഖമുഖേ സ്ഥിതൈഹി, വാക്കാകുന്ന ശംഖുകളിൽ നിറച്ചിരിക്കുന്ന ചരിത്രാമൃതൈഹി, ഭഗവാന്റെ ചരിത്രങ്ങളാകുന്ന അമൃതുകൊണ്ട് ജഠരാപൂർത്തി, വയറ് നിറയ്ക്കുകയും, രുദ്രാക്ഷങ്ങൾ കൊണ്ടും, ഭസിതേന വപുഷഃ, ഭസ്മം കൊണ്ടും ദേഹത്തിന് രക്ഷാം ആദനോതി, രക്ഷയെ ചെയ്യുന്നു, രക്ഷതി, ഈ വിധം പരിപാലിക്കുന്നു. ഭാഗവത പുരാണത്തിൽ സപ്താഹ മാഹാത്മ്യത്തിൽ ഭക്തിയെ അമ്മയായും ജ്ഞാനവൈരാഗ്യങ്ങളെ അവരുടെ സന്താനങ്ങളായും ചിത്രീകരിച്ചിട്ടുണ്ട്. ഭഗവത് ധ്യാനമാകുന്ന കട്ടിലിൽ കിടത്തിയിട്ട് അമ്മ അത്യാനന്ദം കാരണമായി ഉണ്ടാകുന്ന ആനന്ദാശ്രു കണങ്ങൾ കുട്ടിയിൽ പതിപ്പിക്കുന്നു. രണ്ടുപേർക്കും ഒപ്പം രോമാഞ്ചമുണ്ടാകുന്നു. മനസ്സിന്റെ ആഗ്രഹങ്ങളാകുന്ന നിർമ്മലതയാകുന്ന പുതപ്പുകൊണ്ട് പുതപ്പിക്കുന്നു. വേദമന്ത്രങ്ങളും തിരുനാമങ്ങളുമാകുന്ന ഒന്നാം തരം പാൽ ശംഖിൽ നിറച്ച് വയറു നിറയെ കുടിക്കാൻ കൊടുക്കുന്നു. ഭൂതപ്രേതങ്ങളുടെ ബാധ വരാതിരിക്കാൻ രുദ്രാക്ഷം കെട്ടിക്കുന്നു. നീർക്കെട്ട് വരാതിരിക്കാൻ ഭസ്മം പൂശിയിട്ടുമുണ്ട്. ഈ മാതിരി ശാരീരികവും മാനസികവുമായ എല്ലാ ദോഷങ്ങളും യഥാകാലം യഥോചിതം ഇല്ലായ്മ ചെയ്ത് കുട്ടിയെ സർവപ്രകാരത്തിലും രക്ഷിക്കുന്നു. ഇവിടെ ഭക്തന്റെ ആന്തരവും ബാഹ്യവുമായ ചിഹ്നങ്ങളെ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൽ ഇടയ്ക്കിടയ്ക്ക് ആനന്ദാശ്രു കാണും. ആ ഭക്തനിൽ ദേഹം കോരിത്തരിച്ച് രോമാഞ്ചമുണ്ടാകും. സദാ ഈശ്വര കഥകളും തിരുനാമങ്ങളും ഉച്ചരിക്കും. രുദ്രാക്ഷം ധരിക്കും, ഭസ്മം പൂശും. ഇങ്ങനെ ലോകത്തിലാണെങ്കിലും ലോകബാഹ്യനായി ചുറ്റി സഞ്ചരിക്കും. വിശ്വനാഥൻ പിതാവും നമുക്കെല്ലാം വിശ്വധാത്രി ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും എന്ന് പൂന്താനവും പാടിയിട്ടുണ്ട്. ഭക്തന്റെ രക്ഷയ്ക്ക് ഭഗവാൻ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന വരികളാണ് ഇത്.